ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊൽഹത്താണ്, റോയൽ കസ്റ്റമേഴ്സ് ഗവർണർ. ഇന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, തിരക്കായതുകൊണ്ട്. പിന്നെ രാത്രിയിലാവും. പിന്നെ റൈഡിങ് വീഡിയോ ഒന്നും ഇപ്പോൾ കഴിയുന്നില്ല, കുറച്ച് അത്യാവശ്യം തിരക്കിലാണ്. വർക്കേഴ്സ് കുറവാണ്, നമ്മൾ തന്നെയാണ് എല്ലാ വർക്കും എടുത്ത് തീർക്കാൻ വേണ്ടി. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇന്ന് മെയിനായിട്ട് വീഡിയോ എടുക്കാനുള്ള കാരണം, നമ്മളിന്നൊരു ഷോപ്പിൽ കസ്റ്റമർ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത വണ്ടി ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വണ്ടി കണ്ടതാണ് എനിക്ക് വീഡിയോയിൽ പ്രചോദനമായത്. അപ്പൊ ഞാൻ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പോകുന്ന ആളുകൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത് അവസാന ഭാഗത്താണ് പറയുന്നത്, ലാസ്റ്റ് പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ കോസ്മെറ്റിക് ഭാഗം നോക്കും, ടാങ്കിന് സ്ക്രാച്ച് ഉണ്ടോ നോക്കും, മഡ്ഗാർഡിന് സ്ക്രാച്ച് ഉണ്ടോ നോക്കും, ചെയിൻ സോക്കറ്റ് പോയി നോക്കും, അല്ലെങ്കിൽ ടയർ ഉണ്ടോ നോക്കും. ഇതൊന്നും അല്ല നോക്കേണ്ടത്, വണ്ടി ആക്സിഡന്റ് ആണോ എന്നുള്ളതാണ്. മേജർ ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ് ചെറിയ വണ്ടികൾ, തട്ടാത്ത മുട്ടാത്ത വണ്ടികൾ വളരെ കുറവായിരിക്കും. പിന്നെ മേജർ ആക്സിഡന്റ് ആയിട്ട് വണ്ടി ചേസിസ് ബെൻഡ്, ഷാസി ബെൻഡായതാണോ എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ സാധാരണ ഇത് ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാവാത്ത രീതിയിലാണ് ഉണ്ടാവുക. അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് അടുത്ത വീഡിയോ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചില ആളുകൾ ചോദിക്കുന്നത് ജെ സീരീസ് ആണോ യു സി ആണോ നല്ലതെന്നുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും പറയും യു സി ആണ് നല്ലത് എന്നാണ്. മെയിൻ്റെനൻസ് വൈസ് നോക്കുകയാണ്. അതായത് ഇതുവരെ ജെ സീരീസ് വണ്ടി ഇറങ്ങിയാലും വല്ലാതെ മെയിൻ്റെനൻസ് നമ്മുടെ അടുത്ത് വന്നു പെട്ടിട്ടില്ല. എഞ്ചിൻ വർക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വണ്ടി പിന്നെ കറക്റ്റ് സർവീസ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം. ഏത് വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാലും എഞ്ചിൻ വർക്ക് ആവും. മറക്റ്റ് ഉപയോഗിച്ച്, അതായത് ഓയിലും ചേഞ്ച് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ അങ്ങനെ ആവട്ടോ, ഏത് വണ്ടിയാവും. അന്ന് വണ്ടിയിൽ നിന്ന് കണക്കൊന്നുമില്ല. ജെ സീരീസ് എടുക്കണോ യു സി എടുക്കണോ? അപ്പൊ ഞാൻ ആദ്യമേ പറയുന്നു, കാർബറേറ്റർ വണ്ടിക്ക് അനാവശ്യമായിട്ട് ഓവർ പ്രൈസ് ചെയ്ത് പിന്നെ വാങ്ങിക്കുന്ന ആൾ. ഓവർ പ്രൈസ് ആണ് ഭയങ്കര മാർക്കറ്റ്, മുമ്പ് ഉണ്ടായിരുന്ന മാർക്കറ്റിനേക്കാൾ വളരെ ഹൈ റേറ്റിലൊക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അതിനെന്തോ വേറെന്തോ ഒരു ആനയോ എന്തോ ഉണ്ട് എന്നാണ് ഒരു ധാരണ. ഞാൻ പറയുന്നു, കാർബറേറ്റർ വണ്ടി മെയിൻ്റെനൻസ് വൈസ് കുറച്ച് കുറവാണ് എന്ന് പറയാമെങ്കിലും BS6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ECM ടോട്ടൽ ബോഡിയാണ് എല്ലാവരും പേടിപ്പിക്കുന്നത്. അതാണല്ലോ. അപ്പൊ ECM ടോട്ടൽ ബോഡി രണ്ടും കൂടെ ഒരു 9,000 രൂപയാണ് റീപ്ലേസ് ചെയ്യാനാണ് വരിക. ഈ കാർബറേറ്ററിനും BS4 5,000 രൂപയുടെ അടുത്ത് വില ഉണ്ട്, 4 സംതിങ് വില വരുന്നുണ്ട്. അപ്പൊ അതും ഇപ്പൊ E20 പെട്രോൾ ആണ്, പക്ഷെ അതിനും അടിക്കടി കംപ്ലൈന്റ് ആണ്. അപ്പം പിന്നെ ഈ FIക്ക് ഉണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, FI വണ്ടികൾക്ക് ആ ഒരു സ്മൂത്ത്നെസ്സും കാർബറേറ്റർ വണ്ടിക്ക് എന്തായാലും പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അതൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ കാർബറേറ്റർ വണ്ടി കമ്പാരിറ്റീവ്ലി കുറച്ച് ടെൻഷൻ ഫ്രീ ആണെന്ന് തന്നെ പറയാം, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ആ കാർബറേറ്റർ വണ്ടി നമ്മളില്ല നിലവിലുള്ള വണ്ടിയേക്കാൾ 30,000 40,000 50,000 കാട്ടിയും അധികം വില കൊടുത്ത് വാങ്ങിക്കാനേക്കാൾ നല്ലത് നമ്മൾ FI വണ്ടി എടുത്തിട്ട് ആ പൈസ എവിടെയെങ്കിലും കരുതി വെച്ചോളൂ. ഇതിന് മെയിൻ്റെനൻസിന് 4 വരില്ല. അത് മനസ്സിലാക്കുക. വലിയ ഓവർ പ്രൈസ് കൊടുത്തിട്ട് ഒരിക്കലും കാർബറേറ്റർ വണ്ടി നിങ്ങൾ വാങ്ങിക്കരുത്. ഒരു പാതി വില, ഒരു 1,10 1,20 മാക്സിമം ആ റേഞ്ചിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നേരെ JCBയിലേക്ക് പോവുക. അതായത് പുതിയ വണ്ടി എടുക്കുക. പുതിയ വണ്ടിക്ക് 2 ലക്ഷം രൂപയ്ക്ക് പുതിയ വണ്ടി കിട്ടുന്ന 100 സ്റ്റാൻഡേർഡ് 2 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷത്തിന് ചെറിയ 2 ലക്ഷത്തി 1000 2000 അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് വണ്ടി കിട്ടും. JCBയിൽ 5 വർഷത്തെ വാറണ്ടി, 5 വർഷത്തെ വാറണ്ടി ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടെൻഷനും വേണ്ട എന്നുള്ളതാണ്. ആ പുതിയ വണ്ടിന്റെ എല്ലാ ക്വാളിറ്റി ഉണ്ടാവും. അതിന്റെ എല്ലാ അഡ്വാൻറ്റേജ്, പുതിയ ഫീച്ചേഴ്സ്, സ്ലിപ്പർ കച്ച്. പിന്നെ അതേമാതിരി സ്ലിപ്പർ കച്ചിന്റെ വീഡിയോ ചെയ്യുന്നത് എന്താണ് അഡ്വാൻറ്റേജ് എന്നുള്ളത്. സ്ലിപ്പർ കച്ച് ഉണ്ട്, അതേമാതിരി ചാർജിങ്, മൊബൈൽ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റം ഉണ്ട്. അതുമാതിരി നമുക്ക് എന്തൊക്കെയാണ് ഡെയിലി ഉപയോഗത്തിന് ആവശ്യമായ സംഗതി എല്ലാം തന്നെ പുതിയ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഗതിയിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് പഴയ വണ്ടി കാർബറേറ്ററിന്റെ വണ്ടി വളരെ വില കൊടുത്ത് വാങ്ങിക്കേണ്ട യാതൊരു കാര്യമില്ല. അതൊന്നും മനസ്സിലാക്കുക. പക്ഷെ കാർബറേറ്റർ വണ്ടി വാങ്ങിക്കുക എന്നുള്ള ആൾക്കാർ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറഞ്ഞ വണ്ടികൾ വാങ്ങിക്കുക, എന്നിട്ട് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുക. അതല്ലാതെ വലിയൊരു പ്രൈസ് കൊടുത്തിട്ട് പിന്നെ അതിന്റെ മെയിൻ്റെനൻസ് കൂടെ ആവശ്യം വരുമ്പോൾ വല്ലാതെ ഒരു പ്രശ്നം വരും. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കാനുള്ള കാരണം, ആദ്യമായിട്ട് ബുള്ളറ്റ് എടുക്കുന്നവരറിയുന്നു. ആദ്യമായിട്ട് ബുള്ളറ്റ് എടുക്കുന്ന ആളുകൾ ബുള്ളറ്റ് ഉപയോഗിച്ച ഒരാളെയും കൊണ്ട് പോകണം കേട്ടോ. ഞാൻ ആദ്യം പറയാം. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടും ഞാൻ ഉപയോഗിച്ചില്ല, ബുള്ളറ്റ് ഉപയോഗിച്ച് പരിചയമല്ല, അല്ല ആ ഫ്രണ്ടിന് ബുള്ളറ്റ് ഉപയോഗിച്ച് പരിചയമില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ബുള്ളറ്റ് എടുക്കാൻ പോകരുത്. നിങ്ങൾ ഒരു ബുള്ളറ്റിന്റെ മുകളിൽ കയറി ഓടി നിങ്ങൾ കരുതുക ആ ബുള്ളറ്റ് എടുത്ത് ഷവർ വണ്ടിയായിരിക്കാം. അപ്പൊ ആ വണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ കരുതെന്താ, ഈ വണ്ടി ഇങ്ങനെ തന്നെയാണ്. ബുള്ളറ്റ് അല്ലെങ്കിൽ ബുള്ളറ്റിനെ കുറിച്ചൊരു മൈനസ് ആണ്, വൈബ്രേഷൻ എന്തുണ്ടെങ്കിലും വിചാരിച്ച് ബുള്ളറ്റ് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ആയാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് ആ ബുള്ളറ്റ് ആയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ വണ്ടി എടുത്ത് വരുന്നത്. വണ്ടി എടുത്ത് നമ്മോട് തീർന്നത് എന്ത് വണ്ടിയാണ്, എവിടെ നിന്ന് എടുത്ത് ആരാ തന്നു ചോദിക്കും. നമ്മൾ ചെക്ക് നമ്മൾ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് തീർന്ന വണ്ടി എടുത്തതിന് ശേഷം. അപ്പൊ അവരാണ് പറ്റിക്കപ്പെടുന്നത്.
അപ്പൊ എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ ബുള്ളറ്റ് ഉപയോഗിച്ച് ഒരു നല്ലൊരു വണ്ടി ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾക്ക് മറ്റൊരു വണ്ടി കയറുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലായി ഇതിനെന്തോ തകരാറുണ്ടല്ലോ, ഇത് ശരിയല്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവില്ല, ഇത് ഇങ്ങനെ തന്നെയാന്ന് കരുതുന്നു. ബുള്ളറ്റ് നല്ല വണ്ടിയാണ്, ഓടിക്കാൻ നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്. പിന്നെ വൈബ്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള വണ്ടികൾ അത് ചെറിയൊരു വൈബ്രേഷൻ കുറവാണ്. വല്ല ഉണ്ട് എന്ന് പറയാൻ ട്രഡീഷണൽ വലിയ എഞ്ചിനാണ് വണ്ടി, വലിയ എഞ്ചിനാണ്, ഹെവി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. ചെറിയൊരു വൈബ്രേഷനൊക്കെ ട്രഡീഷണൽ എഞ്ചിൻ ഏത് വണ്ടികൾക്കും ചെറിയ രീതിയിലുണ്ട്. അത് ഹാർലി ഡേവിഡ്സന് പോലും ഉണ്ട്. മറ്റുള്ള വേറെ 1-2 ലക്ഷം രൂപ ബുള്ളറ്റിന് ഉണ്ടായിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബുള്ളറ്റ് എന്നുള്ളത് അങ്ങനത്തെ ഒരു വണ്ടിയാണ്, അത് ഹെവി വെയിറ്റഡ് വണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അത് പുതിയ ആളുകൾ അതിൽ വെച്ച് ആടിപ്പ് എടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം, പ്രധാനപ്പെട്ട 2 കാര്യം ഞങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം വണ്ടി എടുക്കുക. ഞാൻ പറഞ്ഞ ജെ സീരീസ് വണ്ടി എടുക്കുക. ഹൈ പ്രൈസ്ഡ് ആണെങ്കിൽ ഒന്നും നോക്കാനുള്ള, പഴയ കാർബറേറ്റർ വണ്ടി ഹൈ പ്രൈസ് ആണെന്ന് പറഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കുക. ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്. കാരണം നമ്മൾ വലിയ വില കൊടുത്തിട്ട് അവർ ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 1.10 1 രൂപ കൊണ്ട് വാങ്ങിയ വണ്ടികൾക്ക് 1.30 തരുന്നത്, 1.60 വാങ്ങിയ വണ്ടിക്ക് 1.30. അതിന്റെ ഒന്നും ആവശ്യം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു വലിയൊരു പ്രത്യേകത എന്ന ഒരു സാധനത്തിന് ഇല്ല കാർബറേറ്റർ വണ്ടികൾക്ക്. അതൊക്കെ മനസ്സിലാക്കുക. FI വണ്ടിക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, അതിന്റെ മൈലേജ് കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പൈസ അധികം കൊടുക്കുന്നതനുസരിച്ച് കാർബറേറ്റർ വണ്ടി കിട്ടുന്ന മൈലേജ്, ഡെയിലി ഓടുന്ന ആളാണ് FI വണ്ടികളുടെ മൈലേജിന് മതിയാവും പൈസ ലാഭിക്കാൻ. അതൊന്നും അതിന്റെ പെർഫോമൻസ്, അതിന്റെ മൈലേജ് എപ്പോഴെങ്കിലും പോണ 5000-10000 പോകുന്നുണ്ടെന്ന് കരുതി മറ്റേ വണ്ടിയിൽ പെട്രോൾ അടിച്ച് മുടിയും ചിലപ്പം. കാർബറേറ്റർ വണ്ടി കറക്റ്റ് ട്യൂൺ ചെയ്യാത്ത വണ്ടികൾ 20-25 കിലോമീറ്റർ മൈലേജ് ഓടുന്ന ഒരുപാട് വണ്ടികളുണ്ട്. അപ്പം ട്യൂൺ ചെയ്യാത്ത അറിയാത്ത ആളുകൾ ട്യൂൺ ചെയ്തിട്ട് കാർബറേറ്റർ ഇതന്നെ അതിന്റെ മൈലേജ് വിചാരിച്ചു നമ്മൾ ഇങ്ങനെ പെട്രോൾ തീരും, പിന്നെ അടിക്കും. ചില ആൾക്കാർ മൈലേജ് നോക്കുകയല്ല, കിലോമീറ്റർ നോക്കില്ല, തീരുന്ന അനുസരിച്ച് അടിക്കും. ആ പൈസ എടുത്ത് വെച്ചാൽ മതിയാവും FI വണ്ടിന്റെ മെയിൻ്റെനൻസ് ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞെങ്കിൽ വേണം എടുക്കാൻ വേണ്ടി എടുക്കാതിരിക്കാം. അതാണ് ജെ സീരീസ് വേണോ മറ്റത് വേണോ എന്നുള്ളത്. ജെ സീരീസ് കമ്പാരിറ്റീവ്ലി നല്ല സ്മൈലന്റ് എഞ്ചിനാണ്. 80ന്റെ മുകളിലൊക്കെ സ്പീഡ് 5 സ്പീഡിലൊന്നും വൈബ്രേഷൻ ഉണ്ട്. 0 വൈബ്രേഷൻ ഒന്നും അല്ല വണ്ടി. വലിയ എഞ്ചിനാണ്, ചെറിയ വൈബ്രേഷൻ എന്തായാലും ഉണ്ടാവും. അത് അതിന്റെ സിസ്റ്റം എങ്ങനെയാണ്. അപ്പം കമ്പാരിറ്റീവ്ലി വൈബ്രേഷൻ കുറവാണ് എന്ന് തന്നെ പറയാം ജെ സീരീസ് വണ്ടി. അപ്പൊ ജെ സീരീസ് വണ്ടി 1.50 1.60 ചോദിക്കുന്ന ആളൊന്നും നോക്കാതെ നേരെ പോയി ജെ സീരീസ് എടുത്തോളി. അത് തന്നെയായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. എഞ്ചിൻ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ UC എഞ്ചിൻ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൈം എഞ്ചിൻ ഇല്ലാത്ത വണ്ടിയാണ്. ട്രഡീഷണൽ എഞ്ചിനാണ്, പുഷ് റോഡ് വെച്ചിട്ടാണ് വണ്ടി വാൽവ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഒരു ടാപ്പറ്റ് നോയ്സ് പറഞ്ഞ ഹൈഡ്രോളിക് ഫ്രീ ആവുന്ന സമയത്ത് ടാപ്പറ്റ് നോയ്സ് ഉണ്ടാവാറുണ്ട്. ആ ടാപ്പറ്റ് നോയ്സ് ആയാൽ വണ്ടി ഓടിയിട്ട് നിങ്ങൾ സ്ഥലത്ത് എത്തിക്കാൻ വണ്ടി കഴിയും, വണ്ടി നിൽക്കില്ല. അപ്പൊ ടൈം എഞ്ചിൻ അല്ലാത്തത് കൊണ്ട് ടൈം എഞ്ചിൻ പൊട്ടിപ്പോകണം, ടൈം എഞ്ചിൻ സ്ലിപ്പ് ആവുന്ന, ടൈമിന്റെ ശബ്ദം വരുന്ന, വാൽവ് കയറത്ത്, അങ്ങനത്തെ യാതൊരു തലവേദനയും UC വണ്ടികളിലില്ല. പിന്നെ ഏതൊരാൾക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഒരു മെക്കാനിക്, സാധാരണ മെക്കാനിക് വിളിച്ചു കഴിഞ്ഞാലും പിന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ള UC എഞ്ചിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ പുതിയ വണ്ടിയിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് പഠിച്ച് കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ ആവും. പക്ഷെ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഹെഡ്ലൈറ്റ് വരെ കൺട്രോൾ ചെയ്യുന്ന ECM ആണ്. അത് മനസ്സിലാക്കുക പുതിയ വണ്ടിന്റെ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഹൈ പ്രൈസ് ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ UC എടുക്കരുത്. ഞാൻ JCSൽ പോയിക്കോളാം. അതല്ലെങ്കിൽ UC എടുത്തോളൂ, യാതൊരു പ്രശ്നവുമില്ല. യാതൊരു പ്രശ്നമില്ല. കംപ്ലൈൻസ് വെച്ച് നോക്കുകയാണെങ്കിലും, സ്പെയർ പാർട്സിന്റെ സപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിലും, പിന്നെ ആ ഒരു എഞ്ചിന്റെ പഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ UC എഞ്ചിൻ കുറച്ചും കൂടി ബെറ്റർ ആണ്. ചെറിയ വൈബ്രേഷൻ ഉണ്ട്, ഓക്കെ. പിന്നെ ക്ലാസിക് എടുക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ക്ലാസിക് 50ന്റെ മുകളിൽ 5ാമത്തെ ഗിയറിൽ പോവുള്ളൂ. ജെ സീരീസ് ആകുമ്പോൾ ഏത് കാറ്റഗറി വണ്ടി എടുത്താൽ 40ന് ചോടെ ഹൈ സ്പീഡ്. അതിന്റെ ടബാര ടോർക്കാണ് വണ്ടിക്ക്, ഒന്നും പറയാനില്ല. 40ന്റെ താഴെ നിങ്ങൾ ടോപ്പ് ഗിയറിൽ പോകാൻ പറ്റും. അതായത് ഗിയർ അടിക്കടി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല സിറ്റി റൈഡിന് എന്നുള്ളതാണ് ജെ സീരീസിന്റെ ഏറ്റവും പ്രത്യേകത. പക്ഷേ UC ക്ലാസിക്കിൽ നടക്കില്ല. UC ക്ലാസിക് കുറച്ചൊരു പെർഫോമൻസ്, ഇത് ഹൈ സ്പീഡ് കപ്പാസിറ്റി കുറച്ച് കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ UC ക്ലാസിക് 50ന്റെ താഴോട്ട് ടോപ്പ് ഗിയറിൽ ഓടാൻ പറ്റില്ല. UC സ്റ്റാൻഡേർഡ് 40-35 സ്പീഡ് ടോപ്പ് ഗിയറിൽ ഓടാനും പറ്റും കേട്ടോ. ഇതാണ് ഈ 2 വണ്ടിയിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ ഒരു കാര്യം പറഞ്ഞു. പിന്നെ യൂസ്ഡ് വണ്ടി എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീറ്റിങ് ഭാഗത്ത് നോക്കുന്നത്. നമ്മുടെ തണ്ടർബേർഡ്, ഞാൻ തണ്ടർബേർഡ് വണ്ടി നല്ല വണ്ടിയാണെന്ന് പറഞ്ഞത്, പക്ഷെ ഞാൻ എല്ലാ വണ്ടിയും നല്ലതെന്നാ പറഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടികളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് സർവീസ് ഓരോ 3000 കിലോമീറ്ററോളം സർവീസ് ചെയ്യുന്ന ഒരു വണ്ടിന്റെ BS4 വണ്ടി ക്ലാസിക്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും, അപ്പൊ ഇന്ന് വന്നാണ് ഇപ്പോഴും ആ വണ്ടീന്റെ മുകളിൽ കയറിയിരിക്കുന്ന പുത്തൻ വണ്ടി ഷോറൂമിൽ നടക്കുന്ന ഒരു ഫീലാണ് വണ്ടി കിട്ടുന്നത്. അതാണ് പറഞ്ഞാൽ ആ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ട് നടക്കുന്ന വണ്ടികളെ കുറിച്ച് മാത്രമാണ് തണ്ടർബേർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. തണ്ടർബേർഡ് എനിക്ക് തോന്നുന്നു മാർക്കറ്റിലെ വണ്ടികൾ 75% ചവർ വണ്ടിയാണ്. അതായത് മെയിൻ്റെനൻസ് ചെയ്യില്ല, ചെയ്യുന്ന കറക്റ്റ് മെയിൻ്റെനൻസ് കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുനടക്കില്ല, അങ്ങ് പെട്രോൾ അടിച്ചങ്ങ് ഓടും, ചവർ വരാക്കും, അല്ല ഓവർ ചെയിൻ ടൈറ്റ് ചെയ്യും.
അല്ലെങ്കിൽ ചെയിൻ പിന്നെ അലൈൻമെന്റ് നോക്കാൻ ടൈറ്റ് ചെയ്യും, അതല്ലെങ്കിൽ കാർബറേറ്റർ ട്യൂണിങ് റെഡി ആയിരിക്കില്ല, എയർ ഫിൽറ്റർ കറക്റ്റ് ക്ലീൻ ചെയ്യില്ല, ഫോർക്കിന്റെ പിന്നെ ഓയിൽസിലൊക്കെ കറക്റ്റ് മാറ്റാ, ഫോർക്ക് ഓയിൽ മാറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു മാതിരി വണ്ടികൾ തണ്ടർബോഡിക്ക് 60% വണ്ടി 70% വണ്ടി എന്ന് പറയാം. പക്ഷേ 25% വണ്ടികൾ അടിപൊളിയായിട്ട് സർവീസ് കൊണ്ടിരിക്കുന്ന വണ്ടികളുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് നോക്കിയെടുത്തോളൂ. അതാ ഞാൻ പറഞ്ഞു, ആ ഒരു വണ്ടി നല്ല വണ്ടി ഓടിച്ച് പരിചയമുള്ള ഒരാളെടുത്ത് കൊണ്ടുപോയി ഓടിപ്പിച്ചിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ വണ്ടി എടുക്കാൻ. അല്ല ഒരിക്കലും പൈസ കൊടുത്തിട്ട് കച്ചവടം അടിച്ച് പോരരുത്. അതല്ല നിങ്ങൾ ഓടിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെയാണ്, ഞാൻ അത് ഫൈനാണ്, അത് കംഫർട്ടാണ്, ഞാൻ വിചാരിച്ചൊരു എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ ഒരു ഫീൽ ആ വണ്ടി കിട്ടുന്നത് ഓക്കെ. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കാറുള്ളത്, മെയിൻ ശ്രദ്ധിക്കാറുള്ളത് ചേസിസ് ബെൻഡ് എന്നുള്ള കാര്യത്തിൽ ഞാൻ കൂടെ പറയുന്ന പറഞ്ഞ സംഗതി. ഷാസി ബെൻഡ് എന്നുള്ളത് സാധാരണ ഒരു ആക്സിഡന്റ് ആയ വണ്ടി തട്ടാതെ മുട്ടാതെ ഒരു വണ്ടി നിൽക്കൂല. പിന്നെ മഡ്ഗാർഡിന് സ്ക്രാച്ച് ഉണ്ടോ, നിങ്ങൾ വണ്ടി എടുക്കുള്ളൂ, പെയിന്റ് ചെയ്ത് ശരിയാക്കാം. ടാങ്കിന് സ്ക്രാച്ച് ഉണ്ടോ, നിങ്ങൾക്ക് പെയിന്റ് ചെയ്ത് ശരിയാക്കാം. അതൊന്നും നമുക്ക് വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കുന്നതല്ല. കോസ്മാറ്റിക് നമ്മൾ ഏത് രീതിയിലും വേണം മാറ്റിയെടുക്കാൻ പറ്റും. കുറച്ച് വാങ്ങിച്ചാൽ മതി. പക്ഷെ പൈസ കുറച്ചാലും വാങ്ങിക്കാവുന്ന സംഗതിയാണ് ചേസിസ് ബെൻഡ്. ആ ഷാസി ബെൻഡ് ആയി കഴിഞ്ഞാൽ ആ വണ്ടിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. രണ്ടാമതല്ല, ഷാസി ബെൻഡായിട്ട് നൂർത്തിയെടുത്ത ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഹീറ്റാക്കിയിട്ട് ഗ്യാസ് ടോർച്ച് ഉപയോഗിച്ച് ചൂടാക്കിയിട്ടാണ് ഒരു ഹൈഡ്രോളിക്കിൽ പ്രസ് ചെയ്തിട്ടാണ് മിക്കവാറും ചേസ് ബെൻഡ് നിൽക്കുന്നത്. അത് മിക്കവാറും ഡിസ്പ്ലെയർ ബെൻഡ് ടെമ്പർ ചെയ്യാറില്ല, ചൂടാക്കി നൂർത്തി അങ്ങ് തരും തണുപ്പിച്ചിട്ട്. അത് ടെമ്പർ ചെയ്യാതെ നൂർത്തി ഇങ്ങനെ തരുന്ന വണ്ടി നിങ്ങൾ ശരിക്ക് പോയ ചെറിയൊരു ആക്റ്റീവിനോട് പിടിച്ചാൽ മതിയോ വണ്ടി. ആക്റ്റീവ് ഒന്നും പറ്റില്ല, ഇതിന്റെ ചേസ് ഒന്നും ബെൻഡാവും. ഒരിക്കൽ ബെൻഡായ സംഗതി കൊണ്ടും ബെൻഡാനുള്ള പ്രവണത കൂടുമല്ലോ, അത് ടെമ്പർ ആക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഷാസി ആക്സിഡന്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത വണ്ടികൾ ധൈര്യത്തിൽ കൊടുത്തോളി. ഷാസി റീപ്ലേസ് ചെയ്യാതെ ബെൻഡ് നൂർത്തിയിട്ടുള്ള വണ്ടിയാണ് ഒഴിവാക്കിയിരിക്കുന്നതാണ് നല്ലത്. അതല്ല വല്ലാതെ ബുള്ളറ്റ് ആഗ്രഹിച്ച് ചെറിയൊരു പൈസക്കൊക്കെ ബുള്ളറ്റ് കിട്ടുന്ന എടുത്ത് ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ആക്സിഡന്റ് ആവാതെ ശ്രദ്ധിക്കണം. വണ്ടി സ്റ്റേബിൾ ആണോ നോക്കണം. ബാക്ക് വീലും ഫ്രണ്ട് വീലും റെഡി ആയിട്ടാണോ പോകുന്നത് നോക്കണം. ബാക്ക് വീലും ഫ്രണ്ട് വീലും രണ്ട് അലൈൻമെന്റ് തെറ്റിയാണ് ഓടുന്നതെങ്കിൽ ബ്രേക്കിങ്ങിൽ നല്ല എഫക്റ്റിംഗ് തോന്നിട്ട്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ്. വണ്ടി ചവിട്ടിയോട് നിൽക്കില്ല, സ്കിഡാവും, ബാക്ക് എടുത്തിടും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ അല്ലാതെ ഞാൻ പിന്നെ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഷാസി ബെൻഡാണെന്ന് നോക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. നോക്കുക, ഇത് തണ്ടർബേർഡ് ആണ് വണ്ടി. ഞാൻ പറഞ്ഞ തണ്ടർബേർഡ് വൃത്തിയൊന്നുമില്ല, വാസിതാട് സൈസ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ എടുക്കാത്തതുകൊണ്ട് എടുക്കൽ കുറവാണ്. ഇപ്പൊ ഇവിടെ ഈ മഡ്ഗാർഡിന്റെ ഈ അകലാണ് പറയുന്നത്. ഈ ഫ്രണ്ട് മഡ്ഗാർഡിന്റെയും ഫ്രണ്ട് ഷാസിയുടെ ഇവിടെ വരുന്ന എഞ്ചിൻ രണ്ട് ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ക്ലാമ്പിന്റെ ലാസ്റ്റ് എൻഡിൽ നിന്ന് ഈ മഡ്ഗാർഡിലേക്കുള്ള അകലം തണ്ടർബേർഡിന് 11 സെന്റിമീറ്റർ ആണ്. അത് ക്ലാസിക് ആകുമ്പോൾ 14 സെന്റിമീറ്റർ ആണ് പോകുന്നത്. ഈ മഡ്ഗാർഡിൽ നിന്ന് ക്ലാസിക് സ്റ്റാൻഡേർഡ് 14 സെന്റിമീറ്റർ അകലം വേണം. മറ്റേ തണ്ടർബേർഡ് ആണെങ്കിൽ 11 സെന്റിമീറ്റർ. ഇത് നിങ്ങൾ അളന്ന് തന്നെ നോക്കുക. അത് കറക്റ്റ് അല്ലെങ്കിൽ വണ്ടി ഇടിച്ചതാണ്. അതായത് ഫ്രണ്ട് ഇടിച്ചിട്ട് ഷാസിക്ക് ഇവിടെ ചെറിയ ബന്ധങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടോളൂ. പക്ഷെ ഇവിടെ ടാങ്കിന്റെ അടിയിൽ മുഴച്ചിട്ടുണ്ടാവും. ഫ്യൂൽ ടാങ്ക് നമ്മൾ അയച്ച് വണ്ടി നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നോക്കാതെ നിങ്ങൾ വണ്ടി എടുക്കരുത്. മെയിൻ ആദ്യം പോകേണ്ടത് അടുത്ത് നിൽക്കണ്ടോ എന്നുള്ളത്. ഇതല്ല, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കൈ വെച്ച് നോക്കുകയാണെങ്കിൽ 4 വിരൽ കറക്റ്റ് ആണ്. ഇവിടെ കറക്റ്റ് 4 വിരലല്ല, 4.5 വിരൽ കറക്റ്റ് ആയിട്ട് ഇതിൽ ഇങ്ങനെ ഉള്ളിലേക്ക് വരും. നോക്കുക, ഞങ്ങളെ കൈ എങ്ങനെയാണെന്ന് അറിയില്ല. 11 സെന്റിമീറ്റർ ആണ് കണക്ക്. ഇതിന്റെ ഒരു വണ്ടി തണ്ടർബേർഡ് എടുത്ത് വന്ന ചിക്കന്മാര് ആഗ്രഹിച്ച് വണ്ടി എടുത്താണ്. ഇടിച്ചിട്ട് ഇവിടെ 6 സെന്റിമീറ്റർ ഉള്ളത്. ഇത്ര ചേർന്ന വണ്ടി ഇരിക്കുന്നത് ഒരു 3 വിരല്, അത്ര ഒരു 1-1.5 ഇഞ്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. വണ്ടിന്റെ സ്റ്റെബിലിറ്റി, വണ്ടിന്റെ അതായത് വീൽ വൈസ് കുറയാണ് വണ്ടിന്റെ. ആ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ ആ രീതിയിൽ വണ്ടി എടുത്തിടും. അപ്പൊ അതൊക്കെ നമ്മളെ ലൈഫും കൊണ്ട് നമ്മളെ ജീവനും കൊണ്ട് ഓടുന്ന വാഹനമാണ് 2 വീലർ എന്ന് പറഞ്ഞാൽ. തട്ടിക്കഴിഞ്ഞാൽ വീഴുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. കാറ് 4 വീലാണ് ചെറുത് സ്ക്രാച്ച് ആക്കി അവിടെ ഇടിച്ച് നിൽക്കുള്ളൂ, നമുക്ക് ഇറങ്ങി പോരാ. പക്ഷെ ഇത് തട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഒന്ന് പിടുത്തം വിട്ട് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ റോട്ടിൽ കിടക്കും നമ്മൾ. അപ്പൊ നമ്മുടെ ലൈഫ്, നമ്മളെ ജീവിതം, അല്ല നമ്മളെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ കുടുംബത്തിന്റെ ലൈഫൊക്കെ ഒരു ബുള്ളറ്റ്, ഒരു ബൈക്കിന്റെ മുകളിലാണ് കിടക്കുന്നത്. ആ ബൈക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ടാങ്ക് പോയിക്കോട്ടെ, ഹെഡ്ലൈറ്റ് പൊട്ടിക്കോട്ടെ, ഇവിടെ സ്ക്രാച്ച് ആയിക്കോട്ടെ, ഷാസി ബെൻഡ് ഉണ്ടോ എന്ന് നോക്കുക. വണ്ടി 2 വീല് സ്റ്റഡി ആണോ നോക്കുക. നിങ്ങൾക്ക് പൈസ മുടക്കി പണിത് വൃത്തിയാക്കി കൊണ്ടെടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.